Roger calling. VVIP route point number 1 alert. പ്രസിഡന്റിന്റെ കോൺവോയ് വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ട്രാഫിക് പാർട്ടി അലർട്ട് ആൻഡ് റോഡ് ക്ലിയറൻസ്. നിരുപമ രാജീവ് ജനറൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് സർ. റവന്യൂവിൽ UD ക്ലർക്കാണ്. ഹസ്ബൻഡ് രാജീവ് കൊച്ചി ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. മറ്റുള്ള എല്ലാ ഇൻഫർമേഷൻസും മാക്സിമം 24 മണിക്കൂറിനും കളക്ട് ചെയ്യണം. പേഴ്സണൽ, പ്രൊഫഷണൽ എല്ലാം. സർ, ഇത്രയും ഷോർട്ട് നോട്ടീസിൽ ഏത് മെഷേഴ്സ് ഉപയോഗിച്ചോളൂ. നമ്മളൊരു ടീമും IBയും പാരലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. See, we don't have much time. സർ. 9447085671 രാജീവ് നാരായണൻ. ഹസ്ബൻഡിന്. സത്യത്തിൽ ഇത് ശരിയായ ഒരു രീതിയല്ല. ആക്ച്വലി വാട്ട് വി ആർ ഡൂയിങ് ഈസ് അൺഎത്തിക്കൽ. ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ വേറെ എങ്ങനെയാണ് സാർ നമുക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടുക? ഇതിനൊക്കെ വേണ്ടിയല്ലേ സാർ ടെക്നോളജി? ടെക്നോളജി ഈസ് നോട്ട് ഓൾവേസ് ഗുഡ്. അയാൾ ഫോൺ എടുക്കുന്നില്ല. ചേച്ചി സ്റ്റോപ്പ് അവിടെയാണ്. നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ ലീവ് എടുത്ത് പൊക്കോണം. അല്ലാതെ തോന്നുന്ന സമയത്ത് വന്ന് അറ്റൻഡൻസിൽ ഒപ്പിടുന്ന പരിപാടി ഉണ്ടല്ലോ. ഐ വിൽ നോട്ട് അലോ ദാറ്റ്. റോഡ് ബ്ലോക്കായിട്ട് നിങ്ങളെ ഈ മാസം തന്നെ എത്രാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ച് വാൺ ചെയ്യുന്നത്? തങ്കപ്പൻ എഴുതേണ്ട സർട്ടിഫിക്കറ്റിൽ തങ്കമ്മ എന്ന് എഴുതുക. അർജന്റ് ഫയൽ എന്ന് പറഞ്ഞാലും 3 ആഴ്ച കഴിഞ്ഞ് പുട്ടപ്പ് ചെയ്യുക. ദർ ഈസ് എ ലിമിറ്റ്. ഇതിപ്പോൾ നിങ്ങളുടെ ഒരു കൊലീഗ് തന്നെ വന്ന് കംപ്ലൈൻറ്റ് ചെയ്തത് ഈ രജിസ്റ്ററിൽ ഒപ്പിടുന്ന കാര്യം അറിയോ? ഒന്നുമല്ലേലും 10-40 വയസ്സായില്ലേ നിങ്ങൾക്ക്? മേലിൽ ഇനി ഇങ്ങനെ എന്തെങ്കിലും കേട്ടാ ഐ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ആക്ഷൻ. എക്സ്ക്യൂസ് മീ. യെസ്, മേ ഐ? ആ പോ. എടോ നിരുപമേ, താൻ എനിക്ക് കൂടി സസ്പെൻഷൻ വാങ്ങിച്ചു തരും. ഒപ്പിടാൻ സമ്മതിച്ചതിന് അങ്ങേരെ എന്നോടെടുത്ത് പോര്. തൂക്കിക്കൊല്ലാന്ന് മാത്രമേ ഇനി പറയാൻ ബാക്കിയുള്ളൂ. സോറി. നീ ഒപ്പിട്ട് കഴിഞ്ഞ് ഡാവിൽ അവൾ അകത്തേക്ക് കയറിപ്പോന്ന് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ. പിന്നെ സത്യസന്ധതയുടെ നിറകുടമല്ലേ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇവൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന ഫോട്ടോ ഞാൻ ഇട്ടാന് ഉറപ്പാ. അത് വേണ്ട, അങ്ങനെയാണെങ്കിൽ അവളും ഇടാൻ തുടങ്ങും. ഏതായാലും നല്ല ദിവസം തന്നെ. ഇന്റർവ്യൂ അങ്ങനെ. ഇവിടെ വന്നപ്പോ ദേ ഇതും. ലച്ചുവിനാണെങ്കിൽ ഇന്ന് നേരത്തെ സ്കൂൾ വിടും. വിളിക്കാൻ ചെല്ലാന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. ഇനിയിപ്പോ സമയത്തിന് മുമ്പ് ഇറങ്ങാൻ ഇങ്ങേരും സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഞാനിവിടെ എത്തിയേനെ. ആ ഇന്ത്യൻ പ്രസിഡന്റാ എല്ലാം കൊളാക്കിയത്. അങ്ങേർക്ക് ഇന്ന് തന്നെ കൊച്ചി കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലോ. ചേച്ചി, പുള്ളി കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അതിന് അതെന്തോ പേപ്പറിന്റെ കാര്യമാണ്. അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ പുള്ളിക്ക് പോവാമല്ലോ. പ്രായമുള്ള ആളല്ലേ. ഇന്നിനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട. എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തങ്ങ് വിട്ടേരും. വിവാഹധന സഹായത്തിന് ഒരപേക്ഷ ഞാൻ കഴിഞ്ഞ ആഴ്ച വിവാഹധന സഹായത്തിന് ഒരപേക്ഷ ഞാൻ നൽകിയിരുന്നു. അതെന്തായിന്ന്? തഹസീൽദാർക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും ഇത് തന്നെയാ പറഞ്ഞത്. ഞാൻ വാക്കുമാറ്റി പറയുന്നൊന്നുമില്ലല്ലോ. ഇപ്പോഴും അത് തന്നെയല്ലേ പറയുന്നത്. കല്യാണത്തിന്റെ ആവശ്യത്തിനാ. തീയതി അടുത്ത് വരിക. ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ തീയതി കുറിച്ചത്. നോക്കട്ടെ, 2 ദിവസം കഴിഞ്ഞു വാ. പേരെന്താന്നാ പറഞ്ഞത്? ജയചന്ദ്രൻ. ഹരിശ്ചന്ദ്രൻ എന്നല്ലല്ലോ. ഇപ്പൊ വന്ന് കേറിയല്ലേ ഉള്ളൂ. 14 വർഷം ഇതിൻ്റെ അകത്ത് കേട്ടോ. സോ താങ്ക് യു. ഞാൻ വന്നതും ചോദിച്ചതുമെല്ലാം കീപ് ഇറ്റ് വെരി കോൺഫിഡൻഷ്യൽ. പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നോക്കട്ടെ.
നത്തിങ് അൺയൂഷ്വൽ. കേട്ടിടത്തോളം ഒരു അൺഈവൻഫുൾ ജോബ് പ്രൊഫൈലാണ്. ആളിപ്പോൾ ഓഫീസ് തന്നെയുണ്ട്. മറ്റ് ഇൻഫർമേഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തിന് എല്ലാ ഡീറ്റെയിൽസും കിട്ടും സർ. ഇതെന്താ ഇവിടെ? എല്ലാം പറയാടോ. ടുഡേ ഇസ് എ ബിഗ് ഡേ. കേട്ടാ ത്രില്ലടിക്കും. ഇതെന്താന്നറിയോ? കണ്ണാടി വെക്കാറായി. പിന്നെ കണ്ണാടി പൊടിയിടുന്നു. ഹായ്. ഹായ്. ഹലോ ആൻറ്റി. ഏതാടി വൃത്തിയായിട്ടവൻ? കമ്മോണമ്മ, 35+ പറഞ്ഞാ ഞങ്ങൾക്കത് ആന്റിമാരാ. ഓ, ആണുങ്ങൾക്കതൊന്നും ബാധകമല്ലല്ലോ. ഇതെന്ത് ബ്രോഷറാ? അയർലാൻഡിലെ 2 ലീഡിംഗ് സ്കൂൾസിന്റെയാ. നമ്മൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോ ശാന്തി മാം എനിക്ക് വേണ്ടി വരുത്തിച്ചു തന്നതാ. ദ ടക്ക് ഷോപ്സ് നമ്മുടെ ഇവിടുത്തെ ക്യാൻറ്റീനാ. വൺസ് ഇൻ എ മന്ത് സ്റ്റുഡൻസ് തന്നെയാണ് അവിടെ നടത്തുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന അവരുടെ പോക്കറ്റ് മണി. അപ്പോൾ ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ലെന്ന് മാത്രമല്ല, ഇതുവരെ എനിക്ക് തന്നതൊക്കെ വീട്ടുകയും ചെയ്തോളാം. പോരെ? പിന്നെ ഇത് കണ്ടോ അമ്മ, ഹൈസ്കൂൾ ലെവലിനെ 3 സ്ട്രീംസ് അവർ ഓഫർ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ലച്ചു, അയർലൻഡിലേക്ക് ഇത്തവണ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റും തോന്നുന്നില്ല. എനിക്കിനി അടുത്ത ജോബ് ഓപ്പർച്യൂണിറ്റി വന്നാലേ അത് പറ്റൂ. അത് എപ്പോഴായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ ഇന്റർവ്യൂവിൽ ഞാൻ ഫെയിലായി, ഏജ് ഓവറായി പോയതുകൊണ്ട്. ലച്ചു, ഹലോ. യെസ് മാം. ഒന്ന് പാക്ക് ചെയ്തോളൂ. ഓക്കെ മാം.